ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. യേശു ക്രിസ്തുവിൻ്റെ വചനം, ഈ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. ക്രിസ്തു തന്നെയാണ് ഈ വചനം. വചനം ദൈവമാകുന്നുവെന്ന് തിരുവചനത്തിലുണ്ട്. ഈ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളും അത്ഭുതകരമായ സന്തോഷവും അത്ഭുതകരമായ രൂപാന്തരവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം നമുക്ക് ആത്മീയമായ ഔന്നത്യത്തിലേക്ക് വെളിച്ചം വീശുന്ന വഴി നടത്തുന്ന വഴികാട്ടിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഭൗതിക തലങ്ങളിലും നമുക്ക് അനുഗ്രഹവും ഉയർച്ചയും അഭിവൃദ്ധിയും ലഭിക്കുന്ന ആ ഒരു വലിയ വാതിൽ തുറക്കുന്ന അനുഭവം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ വലയുന്നവരുണ്ട് നമ്മുടെ ചുറ്റുപാടും. കടബാധ്യതയിൽ ഞെരുങ്ങുന്നവരുണ്ട്. നാനാവിധമായ ദുഃഖങ്ങളിൽപ്പെട്ട് ഉഴലുന്നവരുണ്ട്. സന്തോഷിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്, പക്ഷേ ദുഃഖം മാത്രം. മുഖത്തും മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ദുഃഖം അനുഭവിക്കുന്ന ഒരുപടി പേര്. എത്രയോ പേരാണ് ഓരോ ദിവസവും ആത്മഹത്യ വഴിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത്. നല്ല ബുദ്ധിയുള്ളവര്, നല്ല കഴിവുള്ളവര്, നല്ല ഭാവി ലഭിക്കേണ്ടവര് പെട്ടെന്ന് അവർ നശിച്ചു പോകുന്നു. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടും കഴിയുന്നു. എത്രയോ നല്ല ആളുകൾ, എത്രയോ ബുദ്ധിയുള്ളവർ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായി കഴിയുന്നു. കലുഷിതമായ അന്തരീക്ഷത്തിൽ കഴിയുന്ന ജനസമൂഹങ്ങൾ, അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് മനുഷ്യൻ പോരാ, കുടുംബമായി ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഈ പ്രതിസന്ധിയിൽ കഴിയുന്ന അനേകായിരങ്ങൾ. ഇന്ന് ലോകം തീച്ചോളയിൽ എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. എന്നാൽ ഇതിനൊക്കെ പരിഹാരമില്ലേ? പരിഹാരമുണ്ട്. എവിടെ? ക്രിസ്തുവിന്റെ പാദത്തിൽ, യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ അവിടെ പത്രോസിന്റെ കൂട്ടാളികളുടെ ജീവിതാനുഭവം അവിടെ വിവരിച്ചിട്ടുണ്ട്. എല്ലാം തീർന്നെന്ന് കരുതിയ ജീവിതത്തിലേക്ക് എല്ലാമായി യേശു കടന്നു വന്നപ്പോൾ എല്ലാം ലഭിച്ച സ്വർഗീയ അനുഭവം. അതാണ് നാം ചിന്തിച്ചു കൊണ്ടുവരുന്നത്. ലൂക്കോസിന് വിശേഷം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ നാം ചിന്തിച്ചു. അവിടെ പറഞ്ഞിരിക്കുന്നു, അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി എന്ന്. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങാറാവുകോളം നിറച്ചു. യേശു ആദ്യം നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത 2 പടക്. ആ പടകിൽ നിന്നും നിരാശയോടെ, മീൻ കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടഭാവത്തോടെ വല കഴുകുന്ന മുക്കുവന്മാർ. ഇതാണ് നാം ആദ്യം കണ്ടതായ ആ ഒരു ചിത്രം. എന്നാൽ ഇപ്പോൾ കാണുന്ന ചിത്രം, ആ കാലിയായ അതേ പടക് തന്നെ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നു. കഴുകിക്കൊണ്ടിരുന്ന വല ഇപ്പോൾ കീറുമാറാകുവോളം നിറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ നടന്ന ഒരു കാര്യമേ ഉള്ളൂ. ഒന്ന്, യേശു അവിടെ കടന്നു വന്നു. യേശു തൻ്റെ വചനം പറഞ്ഞു. യേശു ചില കാര്യങ്ങൾ പറഞ്ഞു, അത് അവരനുസരിച്ചു. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഇതുവരെയുള്ള നമ്മുടെ ജീവിതം ശൂന്യമാണെങ്കിലും നിരാശയുള്ളതാണെങ്കിലും, ഇതുവരെയുള്ള നമ്മുടെ ജീവിതം ഒരഭിവൃദ്ധി ഇല്ലാത്തതാണെങ്കിലും, രോഗങ്ങളാലും ഭാരങ്ങളാലും ശാപങ്ങളാലും നിറഞ്ഞതാണെങ്കിലും, നിങ്ങൾ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ, യേശുവിൻ്റെ വചനം നിങ്ങൾ അനുസരിക്കാൻ ജീവിതത്തിൽ തീരുമാനമെടുത്താൽ, നിങ്ങളുടെ ജീവിതം തളിർക്കും, നിങ്ങളുടെ ജീവിതം പുഷ്പിക്കും, അത് ഫലം കായ്ക്കും. അനേകരെ സന്തോഷിപ്പിക്കുന്ന ഫലം നമ്മിൽ നിന്നുളവാകുവാൻ കർത്താവ് പുതിയ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കുമെന്ന് ഞാൻ ആമുഖമായി നിങ്ങളോട് അറിയിക്കട്ടെ. കർത്താവിന് സ്തോത്രം. വല കീറാറാകുവോളം മീൻ, പടക് മുങ്ങുവാറാകുവോളം മീൻ. ഇതാണ് കർത്താവ് ചെയ്യുന്നത്. 34-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങൾ, നമുക്കറിയാം, ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും കരുത്തുള്ള മൃഗങ്ങളിൽ ഒന്നാണ് സിംഹം. എന്നാൽ അതിൽ തന്നെ കരുത്തുള്ളതാണ് ബാലസിംഹം, യൗവനക്കാരായ സിംഹങ്ങൾ, അല്ലേ? ആ സിംഹം അവനൊരു ഇരയെ ലക്ഷ്യമിട്ടാൽ അത് പിടിക്കും. അതിനുള്ള കഴിവുണ്ട്, അതിനുള്ളതായ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് ആ സിംഹത്തിൽ, ഇല്ലേ? പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. നല്ല കരുത്തുള്ളവര്,
നല്ല വിദ്യാഭ്യാസമുള്ളവര്, നല്ല കുടുംബ പാരമ്പര്യമുള്ളവര്, നല്ല സാഹചര്യങ്ങളുള്ളവര്, അവരൊക്കെ ഒരിറ്റ് സമാധാനം കിട്ടാതെ, ഒരു സന്തോഷം കിട്ടാതെ, ജീവിതത്തിൽ ഒരു ഉയർച്ച കിട്ടാതെ, വളർച്ച കിട്ടാതെ, കുടുംബത്തിൽ ഐക്യം കിട്ടാതെ, കുടുംബ സമാധാനം കിട്ടാതെ വലഞ്ഞു കഴിയുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല. ഒരു നന്മയ്ക്കും കുറവില്ലാതെ കർത്താവ് നമ്മെ കാക്കും, കർത്താവ് നമ്മെ പരിപാലിക്കും. ജീവനുള്ള ക്രിസ്തു നമ്മെ സംരക്ഷിക്കും. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മകനെ, നീ ഒരുപാട് അധ്വാനിച്ചില്ലേ? ഒരുപാട് പഠിച്ചില്ലേ? ഒരുപാട് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തില്ലേ? മാറി മാറി പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയില്ലേ? പക്ഷെ ഇതുവരെയും കരയേറ്റം കിട്ടാതെ നിരാശപ്പെട്ടാണോ മകനെ നീ കഴിയുന്നത്? നിന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുടെ തളിര് പോലും കാണാതെ മകനെ നീ നിരാശപ്പെട്ട് കഴിയുകയാണോ? വരൂ യേശുവെങ്കിലേക്ക്, അനുസരിക്കൂ യേശുവിന്റെ തിരുവചനം, ശ്രദ്ധിക്കൂ യേശുവിന്റെ മൊഴികൾ. ജീവിതം മാറും, അവസ്ഥ മാറും. സങ്കീർത്തനത്തിൽ തന്നെ മനോഹരമായ ഒരേ ആശയം തന്നെ 2 സങ്കീർത്തനങ്ങളിലുണ്ട്. 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും. അവിടെ പറഞ്ഞിരിക്കുന്നു, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുമെന്ന്. സ്ഥിതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഇന്നത്തെ അവസ്ഥ മാറ്റും, ഇന്നത്തെ പ്രതിസന്ധി മാറും, ഇന്നത്തെ രോഗങ്ങൾ മാറും, ഇന്നത്തെ ശാപങ്ങൾ മാറും, കടബാധ്യതകൾ മാറും, ഇന്നത്തെ ഞെരുക്കങ്ങൾ മാറും, ഇന്നത്തെ ഒറ്റപ്പെടുത്തലുകൾ മാറും, ഇന്നത്തെ ലോൺലിനെസ് മാറും, ഏകാന്തത, ഇന്നത്തെ ദുഃഖം മാറും. ദൈവത്തിന് വചനം പറയുന്നു, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. കർത്താവിന് സ്തോത്രം. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകളാണ്. ആനന്ദമല്ല, ആനന്ദഘോഷം. സന്തോഷമെന്നല്ല, വലിയ സന്തോഷം. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം തരാൻ യേശുവിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നോ പ്രിയരെ? നിങ്ങളുടെ ജീവിതം മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളൊന്ന് വിശ്വസിക്ക്. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പറയൂ, എൻ്റെ ജീവിതം മാറും, എൻ്റെ പ്രതിസന്ധി മാറും, എൻ്റെ ദുഃഖം മാറും, എൻ്റെ രോഗം മാറും, എൻ്റെ ഇന്നത്തെ അവസ്ഥ മാറും, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും. എങ്ങനെ മാറും? യേശു മാറ്റും. സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. അത് വചനമാണ്. ആത്മീയമായ അഭിവൃദ്ധി, ഭൗതികമായ അഭിവൃദ്ധി, കുടുംബത്തിലെ അഭിവൃദ്ധി, വ്യക്തിജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അഭിവൃദ്ധി, സമാധാനത്തിൻ്റെ അഭിവൃദ്ധി, ഐക്യത്തിൻ്റെ അഭിവൃദ്ധി, പ്രത്യാശയുടെ അഭിവൃദ്ധി, എല്ലാ അഭിവൃദ്ധികളും തരാൻ കർത്താവിന് കഴിയും. ആഴമേറിയ വിശുദ്ധീകരണത്തിൻ്റെ അഭിവൃദ്ധി. ക്രിസ്തീയ ജീവിതം ഒരു തുടക്കം, രക്ഷിക്കപ്പെടുക എന്ന ഒരു തുടക്കം കൊണ്ട് തീരുന്നതല്ല. രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു, രൂപാന്തരം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ജീവിതം മാറിക്കൊണ്ടേയിരിക്കുന്നു, ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായിക്കൊണ്ടേയിരിക്കുന്നു. ഈ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ പടക് നിറയണമോ? നിങ്ങളുടെ വല നിറയണമോ? ഇന്ന് ശൂന്യമായ നിങ്ങളുടെ കൈകൾ നിറയണമോ? ശൂന്യമായ നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയണമോ? മകനെ, ശൂന്യമായി കിടക്കുന്നതിൻ്റെ ജീവിതം ആനന്ദം കൊണ്ടും ആഹ്ലാദം കൊണ്ടും നിറയണമോ? ആത്മീയമായും ഭൗതികമായും നിറവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പ്രിയരെ? എങ്കിൽ വരൂ, നിറവിൻ്റെ നിറവായ യേശുവിൻ്റെ അരികിലേക്ക്, സകല നിറവിൻ്റെ ഉറവിടമായ യേശുവിൻ്റെ അരികിലേക്ക് വരൂ. യേശുവിൻ്റെ അരികിൽ ഒന്നിനും കുറവില്ല. എല്ലാ നിറവുമുണ്ട്. ആത്മീയമായ നിറവുണ്ട്, ഭൗതികമായ നിറവുണ്ട്, സൗഖ്യത്തിൻ്റെ നിറവുണ്ട്, സന്തോഷത്തിൻ്റെ നിറവുണ്ട്, സമാധാനത്തിൻ്റെ നിറവുണ്ട്, പ്രത്യാശയുടെ നിറവുണ്ട്, അഭിവൃദ്ധിയുടെ നിറവുണ്ട്. ഈ നിറവ് തരാൻ യേശുക്രിസ്തു നിങ്ങളെ മാടി വിളിക്കുന്ന ഈ നല്ല സമയം, നിറയ്ക്കുന്നവൻ്റെ നിറവായ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. ഇന്നു മുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കും, ഇന്നു മുതൽ ഞാൻ യേശുവിൻ്റെ വചനം പ്രമാണിക്കും, ഇന്നു മുതൽ ഞാൻ യേശുവിനായി ജീവിക്കും. ഈ നല്ല സമർപ്പണം നിങ്ങൾ എടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ അവസ്ഥ മാറും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യൂ. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി തരും. വിശ്വസിക്കാം. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കും.